പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: രബ്ബയിലെ രാജാവിൻ്റെ കിരീടത്തിൻ്റെ തൂക്കം എത്രയായിരുന്നു? ഉത്തരം: 1 താലന്ത് പൊന്ന്. 1 ദിനവൃത്താന്തം 20:2. ക്വസ്റ്റ്യൻ: യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. ഏതിൽ? ഉത്തരം: നീതിയുടെ വാതിൽ. സങ്കീർത്തനം 118:19-20 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സിദെക്കീയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം: 21. 2 രാജാക്കന്മാർ 24:18. ക്വസ്റ്റ്യൻ: കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് ഏത് മഹാനദിയിലെ വെള്ളമാണ് വറ്റിപ്പോയത്? ഉത്തരം: യൂഫ്രട്ടീസ്. വെളിപ്പാട് 16:12. ക്വസ്റ്റ്യൻ: യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞതാര്? ഉത്തരം: ആസ. 2 ദിനവൃത്താന്തം 14:11. ക്വസ്റ്റ്യൻ: ഏത് പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും ആർത്തിപൂണ്ട് വെള്ളം കുടിക്കാനാണ് ദാവീദ് ആഗ്രഹിച്ചത്? ഉത്തരം: ബത്ലഹേം. 2 ശമൂവേൽ 23:15. ക്വസ്റ്റ്യൻ: നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഏത്? ഉത്തരം: സ്നേഹവും സൽപ്രവൃത്തിയും. എബ്രായർ 10:24-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മുഖം വാടിയിരിക്കുമ്പോൾ സുഖമായിരിക്കുന്നത് എന്ത്? ഉത്തരം: ഹൃദയം. സഭാപ്രസംഗി 7:3. ക്വസ്റ്റ്യൻ: ഇയ്യോബിൻ്റെ പുത്രിമാരുടെ പേരുകൾ? ഉത്തരം: യമീമ, കെസിയ, കേരൻ, ഹപ്പൂക്ക്. ഇയ്യോബ് 42:14. ക്വസ്റ്റ്യൻ: യഹോവയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ പക്കൽ ഉള്ളതെന്ത്? ഉത്തരം: വിമോചനം. സങ്കീർത്തനം 130:4. ക്വസ്റ്റ്യൻ: തൻ്റെ വടി കൊണ്ട് അവൻ അവനെ അടിക്കും. ആരെ? ഉത്തരം: യഹോവ അശ്ശൂരിനെ. യെശയ്യാവ് 30:31. ക്വസ്റ്റ്യൻ: യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്ത് എത്തിയപ്പോൾ വെളിമ്പ്രദേശത്ത് ഒരു കിണറ്റിനരികെ എത്ര ആട്ടിൻകൂട്ടം കിടപ്പുണ്ടായിരുന്നു? ഉത്തരം: 3 ആട്ടിൻകൂട്ടം. ഉൽപ്പത്തി 29:2. ക്വസ്റ്റ്യൻ: ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം എന്ത് ചെയ്യുന്നു? ഉത്തരം: ജനം നെടുവീർപ്പിടുന്നു. സദൃശവാക്യങ്ങൾ 29:2. ക്വസ്റ്റ്യൻ: തൻ്റെ ലംഘനത്തിൽ കുടുങ്ങുന്നത് ആര്? ഉത്തരം: ദുഷ്കർമ്മി. സദൃശവാക്യങ്ങൾ 29:6. ക്വസ്റ്റ്യൻ: യഹോവ ഏത് ദേശത്തെ സെവനെ ഗോപുരം മുതൽ കൂഷിൻ്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും? ഉത്തരം: മിസ്രയീം ദേശത്തെ. യെഹെസ്കേൽ 29:10. ക്വസ്റ്റ്യൻ: കഴുതയുടെ താടിയെല്ല് കൊണ്ട് എത്ര പേരെ ശിംശോൻ സംഹരിച്ചു? ഉത്തരം: 1000 പേരെ. ന്യായാധിപന്മാർ 15:16. ക്വസ്റ്റ്യൻ: യഹോവ ലെബാനോനെയും സിര്യോനെയും എന്തിനെപ്പോലെ തുള്ളിക്കുന്നു? ഉത്തരം: കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെ. സങ്കീർത്തനം 29:6. ക്വസ്റ്റ്യൻ: ദുഷ്ടന്മാർ എപ്പോൾ മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു? ഉത്തരം: ജനനം മുതൽ. സങ്കീർത്തനം 58:3. ക്വസ്റ്റ്യൻ: നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ എങ്ങനെ നടക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ഉത്തരം: വിശാലതയിൽ. സങ്കീർത്തനം 119:45. ക്വസ്റ്റ്യൻ: നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ
എന്ന് ജനം പറഞ്ഞത് ആരോട്? ഉത്തരം ദാവീദിനോട്. 2 ശമൂവേൽ 18:3. ക്വസ്റ്റ്യൻ: വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ അവളുടെ മുമ്പിൽ നിന്നത് ആര്? ഉത്തരം മഹാസർപ്പം. വെളിപ്പാട് 12:4. ക്വസ്റ്റ്യൻ: സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു എന്ന് പൗലോസ് പറഞ്ഞത് ആരോട്? ഉത്തരം തെസ്സലോനിക്കരോട്. 1 തെസ്സലോനിക്കർ 3:7. ക്വസ്റ്റ്യൻ: യേശു ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞത് ആര്? ഉത്തരം പരീശന്മാർ. മത്തായി 12:24. ക്വസ്റ്റ്യൻ: ഹെരോദാവ് നക്ഷത്രം വെളിവായ സമയം സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞത് ആരോട്? ഉത്തരം വിദ്വാൻമാരോട്. മത്തായി 2:7. ക്വസ്റ്റ്യൻ: പൗലോസ് തീയിൽ കുടഞ്ഞു കളഞ്ഞത് എന്തിനെ? ഉത്തരം അണലി. അപ്പോസ്തലപ്രവൃത്തികൾ 28:5. ക്വസ്റ്റ്യൻ: യഹോവയ്ക്ക് ദേശനിവാസികളോട് എന്തുണ്ട്? ഉത്തരം ഒരു വ്യവഹാരം. ഹോശേയ 4:1. ക്വസ്റ്റ്യൻ: ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുന്നത് ആരാണ്? ഉത്തരം ഗസ്സ. ആമോസ് 1:6. ക്വസ്റ്റ്യൻ: ആസ തൻ്റെ അമ്മയെ രാജ്ഞിസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം മയഖ അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട്. 1 രാജാക്കന്മാർ 15:13. ക്വസ്റ്റ്യൻ: യഹോവയുടെ കൈകളുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ്? ഉത്തരം സത്യവും ന്യായവും. സങ്കീർത്തനം 111:7. ക്വസ്റ്റ്യൻ: എന്തെല്ലാം പരിപാലിക്കേണ്ടതിനാണ് രാജാവ് മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളേണ്ടത്? ഉത്തരം സത്യവും സൗമ്യതയും നീതിയും. സങ്കീർത്തനം 45:4. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നത് എന്ത്? ഉത്തരം ഹൃദയവും മാംസവും. സങ്കീർത്തനം 84:2. ക്വസ്റ്റ്യൻ: ഞങ്ങളുടെ സകല കഷ്ടതയിലും എന്ത് കവിഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം സന്തോഷം. 2 കൊരിന്ത്യർ 7:4. ക്വസ്റ്റ്യൻ: ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ തേജസ്സേറിയത് എന്ത്? ഉത്തരം നീതിയുടെ ശുശ്രൂഷ. 2 കൊരിന്ത്യർ 3:9. ക്വസ്റ്റ്യൻ: എന്തിൻ്റെ കാഠിന്യം നിമിത്തമാണ് യെരുശലേം നിവാസികളുടെ ത്വക്ക് അടുപ്പുപോലെ കറുത്തിരിക്കുന്നത്? ഉത്തരം ക്ഷാമത്തിൻ്റെ. വിലാപങ്ങൾ 5:10. ക്വസ്റ്റ്യൻ: ഷേബയെ പിന്തുടരുവാൻ ദാവീദ് ചുമതലപ്പെടുത്തിയത് ആരെ? ഉത്തരം അബീശായിയെ. 2 ശമൂവേൽ 20:6. ക്വസ്റ്റ്യൻ: ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്ന എന്ത് കണ്ടാണ് ഭൂമി വിറയ്ക്കുന്നത്? ഉത്തരം യഹോവയുടെ മിന്നലുകൾ. സങ്കീർത്തനം 97:4. ക്വസ്റ്റ്യൻ: യഹോവ ഭൂമിയുടെ അറ്റത്തു നിന്ന് പൊങ്ങുമാറാക്കുന്നത് എന്ത്? ഉത്തരം നീരാവി. സങ്കീർത്തനം 135:7. ക്വസ്റ്റ്യൻ: ഉസിയാവിൻ്റെ ആദ്യാവസാനമുള്ള വൃത്താന്തങ്ങൾ എഴുതിയിരിക്കുന്നത് ആര്? ഉത്തരം ആമോസിൻ്റെ മകനായ യെശയ്യാവ്. 2 ദിനവൃത്താന്തം 26:22.
ക്വസ്റ്റ്യൻ ഹിസ്കിയാവ് യെരുശലേമിൽ എത്ര സംവത്സരം വാണു? ഉത്തരം 29 സംവത്സരം. 2 രാജാക്കന്മാർ 18:2. ക്വസ്റ്റ്യൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ ആയിത്തീർന്ന ഒരു എബ്രായൻ. ഉത്തരം മോശ. അപ്പോസ്തലപ്രവൃത്തികൾ 7:22. ക്വസ്റ്റ്യൻ ആഹാസ് രാജാവ് ആരെ പ്രീതിപ്പെടുത്താനാണ് യഹോവയുടെ ആലയത്തിങ്കിലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയത്? ഉത്തരം അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ. 2 രാജാക്കന്മാർ 16:16-18 വരെ. ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേഹൂ യോനാദാബിനോട്. 2 രാജാക്കന്മാർ 10:15. ക്വസ്റ്റ്യൻ കടൽ പുല്ല് കൊണ്ടുള്ള തലപ്പാവ് അണിഞ്ഞതാര്? ഉത്തരം യോന. യോന 2:5. ക്വസ്റ്റ്യൻ നിനവയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ ആര്? ഉത്തരം നഹൂം. നഹൂം 1:1. ക്വസ്റ്റ്യൻ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളി ആര്? ഉത്തരം ഇസ്രായേൽ. ഹോശേയ 10:1. ക്വസ്റ്റ്യൻ രക്ഷിതഗണമുണ്ടാകുന്ന പർവ്വതം ഏത്? ഉത്തരം സിയോൻ പർവ്വതം. ഓബദ്യാവ് 1:17. ക്വസ്റ്റ്യൻ യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്ന് പേർ പറയുന്നത് ആരെ? ഉത്തരം ഏദോം. മലാഖി 1:4. ക്വസ്റ്റ്യൻ കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ 3 കാര്യങ്ങൾ. ഉത്തരം ഭീതി, ക്ഷയരോഗം, ജ്വരം. ലേവ്യ പുസ്തകം 26:16. ക്വസ്റ്റ്യൻ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചവൻ ആര്? ഉത്തരം ഫിലേമോൻ. ഫിലേമോൻ 1:7. താങ്ക്സ് ഫോർ വാച്ചിങ്.